നമസ്കാരം. നമ്മുടെ കേരള, തമിഴ്നാട്, കർണാടക ട്രിപ്പ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് തിരുച്ചെന്തൂരിലാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഈ ഒരു തിരുച്ചെന്തൂരിലേക്ക് വരുന്ന വീഡിയോ ആയിരിക്കും കണ്ടത്. വഞ്ചിമണിയച്ചി തിരുച്ചെന്തൂർ പാസഞ്ചറിനെ നമ്മളിവിടെ തിരുച്ചെന്തൂർ എത്തി. ഇനി കുറച്ച് ഇവിടെ ഒരു മുരുകൻ്റെ അമ്പലമുണ്ട്, അരുൾമികു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട്. അങ്ങോട്ട് പോകണം. ഷെയർ ഓട്ടോ ഒക്കെ ഉണ്ട് ഇതിന് മുന്നിൽ നിന്ന് തന്നെ. അങ്ങോട്ട് പോകണം. എന്നിട്ട് ഇവിടുന്ന് 4:25 തിരുനെൽവേലിക്ക് ഒരു പാസഞ്ചർ ഉണ്ട്. ആ വണ്ടിക്ക് കയറിയിട്ട് തിരുനെൽവേലി പോകും. തിരുനെൽവേലിയിൽ നിന്നിട്ട് നമ്മുടെ അനന്തപുരി എക്സ്പ്രസ്സിന് കയറിയിട്ട് മധുരയ്ക്ക് പോകും. അപ്പം ഈ ഒരു 2 ട്രെയിനിൻ്റെ വീഡിയോ ആയിരിക്കും ഇന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. അതായത് തിരുച്ചെന്തൂരിൽ നിന്ന് നേരെ മധുരയിലേക്ക് പോകുന്ന വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിനി ആ ഒരു അമ്പലത്തിലേക്കൊക്കെ പോയിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. മൊത്തത്തിൽ ഞാൻ വിചാരിച്ചതിനേക്കാളും റഷാണല്ലോ ഇവിടെ. ഒടുക്കത്തെ ആളാണ്. വണ്ടി തിരക്കും ആൾക്കാരൊക്കെ ആയിട്ട്. ദൈവമേ, ഞാൻ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇവിടെ തിരുച്ചെന്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഹോട്ടലുണ്ട്. ഒരു വെജിറ്റബിൾ ഹോട്ടലാണ്, വെജിറ്റേറിയനാണ് മൊത്തം. ചോറും വെജിറ്റബിൾ ബിരിയാണി മാത്രമേ ഇവിടെ ഉള്ളൂ. ഞാൻ പിന്നെ കയറിയായിട്ടാണ് അറിഞ്ഞത് വെജിറ്റബിൾ മാത്രമേ ഉള്ളൂ എന്ന്. പിന്നെ വിശന്നിട്ട് വയ്യ, അതുകൊണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു വെജിറ്റബിൾ ബിരിയാണി മേടിച്ചു. പൈസ എത്രയാണെന്ന് അറിയില്ല, ഞാൻ ലാസ്റ്റ് പറയാവേ. എന്താണ് ഈ കാണുന്നത്? എൻ്റെ ഒപ്പന്നെ പൊളിച്ച്. പോകുന്ന വഴിക്കൊക്കെ കുറേ കച്ചവടങ്ങളുണ്ട്. ഇതെന്ത് സാധനമാണെന്ന് മനസ്സിലാവുന്നില്ല. നമ്മുടെ ക്യാരറ്റ് പോലത്തെ എന്തോ ഒരു സാധനമാണേ. എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇത് മുല്ലപ്പൂയുടെ മൊട്ട്, വിരിഞ്ഞിട്ട് പോലും ഇല്ല അത്. പിന്നെ ഇവിടെ നമ്മുടെ സുബ്രഹ്മണ്യൻ്റെ ശൂലം, വേല് ശൂലമല്ല വേല്, സോറി. മൊത്തം ആൾക്കാരാണ് ഇവിടെ. കുറേ ആൾക്കാർ ചെരുപ്പ് അഴിച്ചു വെച്ചിട്ട് പോകുന്നുണ്ട്, കുറേ ആൾക്കാർ ഇട്ടിട്ട് പോകുന്നുണ്ട്. ഞാൻ എന്തായാലും ഷൂ ഊരിയിട്ടില്ല. ഇവിടെ നിന്നൊക്കെ ഷൂ ഊരിയാൽ നല്ല ചൂടായിരിക്കും. കുറേ ബിസിനസ്സുകാരുണ്ട് ഇവിടെ. മറ്റേ തത്ത കൈനോട്ടായിരിക്കും. കൈനോട്ടല്ല, അതിനെന്താ പറയുക, ഈ തത്തേനെ വെച്ച് ചീട്ടെടുത്തിട്ട് ഒരുമാതിരി പരിപാടിയില്ലേ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഈ ഒരു അമ്പലത്തിൽ തന്നെ കുറേ ആൾ നേർച്ചയാക്കിയിട്ട് വരുന്നുണ്ട് തോന്നുന്നു കേട്ടോ. നമ്മുടെ തിരുപ്പതിയൊക്കെ പോകുന്ന സമയത്ത് തലമുട്ടയടിക്കുന്നില്ലേ, പളനി തിരുപ്പതിയിലൊക്കെ പോകുന്ന സമയത്ത്, അതുപോലെ ഇവിടെയുണ്ട്. കുറേ ആൾക്കാർ മുട്ടയടിച്ചിട്ട് മറ്റേ ചന്ദനോ ഭസ്മോ എന്തോ തലയിൽ തേച്ചിട്ട് കുറേ ആൾക്കാരുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. ഇപ്പോൾ ആരും ഇവിടെ കാണുന്നില്ല. നേരത്തെ കുറേ എണ്ണത്തിനെ കണ്ടു. അപ്പോൾ ഫോൺ വീഡിയോ ഓൺ ചെയ്യുമ്പോഴൊക്കെ അവരൊക്കെ പോയി. ഈ അമ്പലത്തിൻ്റെ റിനോവേഷനോ റീഡെവലപ്മെൻറ്റ് വർക്ക് എന്തോ കാര്യങ്ങളൊക്കെ നടക്കുകയാണേ. അപ്പോൾ മൊത്തം ഷീറ്റ് ഇട്ട് ഇങ്ങനെ മറിച്ചിട്ടുള്ളത്. ഇതിലൂടെ ഇപ്പം ആൾക്കാർ കയറുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഇത് ആ വഴിയിലൂടെ ഒക്കെ ആൾക്കാർ പോകുന്നുണ്ട്. കുറേ അതിലൂടെ ആയിരിക്കും പോകേണ്ടത്. എന്തായാലും സംഗതി പൊളിച്ചു കേട്ടോ. നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്ന ഈ ഒരു അരുൾമികു സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിള് നമ്മുടെ തിരുച്ചെന്തൂർ റെയിൽവേ സ്റ്റേഷനിൽ 1.8 കിലോമീറ്റർ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കാണുന്ന ഈ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ISO സർട്ടിഫിക്കേഷൻ, അതായത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ച തമിഴ്നാട്ടിലെ 4ാമത്തെ ഹിന്ദു ക്ഷേത്രം, അതായത് ഹിന്ദു ടെമ്പിൾ, തമിഴ്നാട്ടിലെ 4ാമത്തെ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ക്ഷേത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു അരുൾമികു സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിൾ. നമ്മുടെ ഇന്ത്യ ഡച്ചുകാർ ഭരിക്കുന്ന സമയത്ത് ഈ ഡച്ചുകാരും പോർച്ചുഗീസുകാരും തമ്മിൽ യുദ്ധമുണ്ടായി. ആ ഒരു സമയത്ത് ഈ ഡച്ചുകാർ ഒരു ഒളിത്താവളമാക്കിയ ഒരു അമ്പലമായിരുന്നു ഈ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഡച്ചുകാർ ഒളിച്ചിരുന്നത്. ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ചിരുന്നാൽ ശത്രുക്കൾ വന്നിട്ട് കൊല്ലൂലല്ലോ, എന്താ ടെക്നിക്കല്ലേ. എന്നിട്ട് അങ്ങനെ ഒളിച്ചിരുന്നൊരു ക്ഷേത്രമായിരുന്നു നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കേട്ടോ. ഡച്ചുകാർ എന്നിട്ട് ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. അവന്മാർ ഇതിനുള്ളിൽ തന്നെ കൂടി. അങ്ങനെ ആവുന്ന സമയത്ത് വേറെ ആൾക്കാർ അമ്പലത്തിലേക്ക് വരാൻ മടിയായിരിക്കുമല്ലോ. മടിയെന്നല്ല, പേടിയായിരിക്കും. ഡച്ചുകാർ അവർ ആ സമയത്ത് ഇന്ത്യയെ കിടുകിട വർപ്പിച്ച ടീംസല്ലേ. അതുകൊണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ അമ്പലത്തിലേക്ക് വരാതായി. എന്നിട്ട് ഈ നായിക് സാമ്രാജ്യത്തിൻ്റെ റൂളറായിട്ടുള്ള രാജാവ് വന്നിട്ട് ഇവരോട് പറഞ്ഞ പിന്നെയാണ് ഈ ഡച്ചുകാർ ഈ ഒരു അമ്പലം വിട്ടിട്ട് പോകുന്നത്. പക്ഷെ പോകുന്ന സമയത്ത് ഡച്ചുകാർ വേറൊരു കുരുത്തക്കേട് കൂടി കാണിച്ചു. ഈ ഒരു അമ്പലത്തിലെ 2 മൂർത്തികളുടെ പ്രതിമയും പിന്നെ പ്രതിഷ്ഠയൊക്കെ എടുത്തിട്ടാണ് അവർ പോയത്. എന്നിട്ട് എടുത്തിട്ട് പോയി അവർ ഷിപ്പിൽ പോകുന്ന സമയത്ത് ഒരു കൊടുങ്കാറ്റ് വന്നു. സമുദ്രത്തിൽ കൊടുങ്കാറ്റ് വന്നിട്ട്
അവർക്ക് എങ്ങനെയാ കൊടുങ്കാറ്റ് പോകുന്നില്ല. അപ്പോൾ അവർ മനസ്സിലാക്കി നമ്മൾ വേണ്ടാത്ത എന്തോ ചെയ്തിട്ടുണ്ട്, മിക്കവാറും ആ അമ്പലത്തിലെ പ്രതിഷ്ഠയൊക്കെ എടുത്തിട്ട് വന്നിട്ട് ദൈവകോപം ലഭിച്ചതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അവർക്ക് തോന്നിയിട്ട് ആ ഒരു വിഗ്രഹമൊക്കെ എടുത്തിട്ട് കടലിലേക്ക് ഇട്ടിട്ട് അവരെന്നിട്ട് അവരുടെ പാട്ടിനങ്ങ് പോകും. എന്നിട്ട് ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള ഒരാളുടെ സ്വപ്നത്തിൽ മുരുകൻ വരികയും എന്നിട്ട് കടലിൽ ഡച്ചുകാർ എവിടെയാണ് ഇട്ടതെന്നുള്ള ആ ഒരു വിഗ്രഹം എവിടെ ഇട്ടതെന്നുള്ളത് കാട്ടിക്കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഇവർ ഒരു ബോട്ട് എടുത്തിട്ട് ആ വിഗ്രഹം കണ്ടെടുക്കുകയും എന്നിട്ട് ശേഷം ആ വിഗ്രഹം ഈ ഒരു അമ്പലത്തിൽ കൊണ്ടുവെക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഈ അമ്പലത്തിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് പറഞ്ഞാൽ മൊത്തം ചിത്രപ്പണികളാണ്. ചിത്രപ്പണി എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല, അത്രയ്ക്കും ചിത്രപ്പണികളാണ്. ഞാൻ ഫുൾ സൂമാക്കി കാണിച്ചു തരാവേ. കണ്ടോ, മുട്ടിന് ചിത്രപ്പണികളാണ്. പിന്നെ അതിൻ്റെ ഈ ഒരു വേറൊരു ഹൈലൈറ്റ് പറഞ്ഞാൽ ആ ഒരു വേലാണ്, മുരുകൻ്റെ ആ വേല്. അതിങ്ങനെ സൂര്യപ്രകാശം അടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഷൈനിങ് ചെയ്യുക, ഇങ്ങനെ തിളങ്ങും. അത് റീഡെവലപ്മെൻറ്റ് വർക്കൊന്നും ഇല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഉള്ളിലേക്ക് പോകുമായിരുന്നു. ഇനിയിപ്പോൾ ഉള്ളിലേക്ക് പോയാലും ഇത്രയും ഒരു കാഴ്ച നമുക്ക് അവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റൂല. ഉള്ളിൽ പോയി ഇങ്ങനെ നേരെ ആകാശത്തേക്ക് നോക്കുന്ന പോലെ നോക്കേണ്ടി വരും. അതിനേക്കാളും നല്ലത് ഇവിടുന്ന് പുറത്തുനിന്ന് കാണുന്നത് തന്നെയാണ്. എന്തായാലും സൂപ്പറാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു തിരുച്ചെന്തൂർ വരികയാണെങ്കിൽ ഇവിടെ എന്തായാലും വരണം. അത്രയും ആൾക്കാർ വരുന്നൊരു ക്ഷേത്രമാണിത്. ഇവിടെയൊക്കെ കച്ചവടക്കാരാണേ, എല്ലാ പെണ്ണുങ്ങളുമാരാണ് ഇവിടെ കച്ചവടം നടത്തുന്നത്. ഇത് സമൂസ, പിന്നെന്താ ഉള്ളിവടയോ അങ്ങനെ എന്തോ ഒരു സാധനമുണ്ട്, അങ്ങനെ വെള്ളം, ഇഷ്ടംപോലെ സാധനങ്ങൾ ഇവിടെ വിൽക്കുന്നുണ്ട്. ഇതാ വേറെ അരയിലും കാലിലും ഷോൾഡറിലൊക്കെ തൂക്കിയിട്ടിട്ടതേ കണ്ടോ, മുരുകൻ്റെ വിഗ്രഹങ്ങളും വേല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും. പിന്നെ ഇവിടെ കുറേ പൂക്കൾ വിൽക്കുന്ന കട മീൻസ് കടയല്ല, സോറി, പൂക്കൾ വിൽക്കുന്ന സ്ഥലം. അമ്മച്ചിമാരിരുന്ന് പൂക്കൾ വിൽക്കുക. തിരുച്ചെന്തൂർ അമ്പലത്തിൽ വന്നതിൻ്റെ ഒരു ഓർമ്മക്കായിട്ടൊരു വേല് വാങ്ങിയിട്ടോ. വേല് 80 രൂപയാണ് മേടിച്ചത്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ സാധനത്തിന്. ഒരു സുവനീർ പോലെ വെക്കാമല്ലോ. പക്ഷെ ഇതിനൊരു പേര് കൂടി വേണമായിരുന്നു ഇവിടെയായിട്ട്. അരുൾമികു സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് പേരൊന്നുമില്ല. കുഴപ്പമില്ല, രസമുണ്ടല്ലേ. ചെമ്പിൻ്റെ കളർ പോലത്തുള്ള ഒരു ഇതാണ് മേടിച്ചത്. ഇതിൻ്റെ സ്വർണ്ണ കളറും ഉണ്ട്. സ്വർണ്ണ കളർ മേടിച്ചാൽ ചിലപ്പം പെയിൻറ്റ് പെട്ടെന്ന് പോവും, ഫെയ്ഡായി പോവും. അങ്ങനെ സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. ചോറ് കഴിച്ചു. ചോറ് മീൻസ് വെജിറ്റബിൾ ബിരിയാണി കഴിച്ചു. അതിൻ്റെ ബില്ല് കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി ഗൈസ്. ആ ഒരു വെജിറ്റബിൾ ബിരിയാണിയും ഒരു ലെമൺ ജ്യൂസ്, ഒരു ലൈം ജ്യൂസും കുടിച്ചു. എന്നിട്ട് ബില്ല് 240 രൂപ. എൻ്റെ കണ്ണങ്ങ് തള്ളിപ്പോയി. ബിരിയാണി ഒരു നമുക്ക് പറ്റിയ ബിരിയാണി അല്ല. ഇവിടെ തമിഴ്നാടൻ സ്റ്റൈൽ ഉണ്ടാക്കുന്ന ബിരിയാണി മലയാളികൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. എനിക്കിഷ്ടപ്പെട്ടില്ല. എൻ്റെ അഭിപ്രായം പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ. ഞാൻ അത് മുഴുവൻ കഴിച്ചുമില്ല. ഒരു 3/4 ഭാഗം കഴിച്ചിട്ട് ബാക്കി അവിടെ വെച്ചു. എന്നിട്ട് ഒരു ലൈം ജ്യൂസും കുടിച്ചിട്ട് അമ്പലത്തിലേക്ക് പോയി. നമുക്ക് തിരുനെൽവേലി വരെ പോകേണ്ട പാസഞ്ചർ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഈ വണ്ടിക്ക് തന്നെയാണ് പോകേണ്ടത്. ലോക്കോ റിവേഴ്സ് അടിക്കാൻ അങ്ങ് പോയിട്ടുണ്ട്. ഒരു WP4 ആണ് ലോക്കോ. അത് വന്നിട്ട് കപ്പിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പോയിട്ട് ഏതായാലും സീറ്റിലിരിക്കാം. അമ്പലത്തിലേക്ക് പോകുന്ന ഷെയർ ഓട്ടോയുടെ കാര്യം പറഞ്ഞാൽ അല്ലേ, ഞാൻ പോകുന്ന സമയത്ത് അവർ 30 രൂപ മേടിച്ചു. ഷെയർ ഓട്ടോ ആണ്. ഒരു ഓട്ടോയിൽ തന്നെ 5-10 പേരൊക്കെ ഇവർ കയറ്റും. ബാക്കിലൊക്കെ ഇവർ ആൾക്കാരെ കയറ്റിട്ട് പോകും. അങ്ങനത്തെ നാടായത്. പിന്നെ 30 രൂപ മേടിച്ചു. ഇങ്ങോട്ട് വരുന്ന സമയത്ത് 20 മേടിച്ചുള്ളൂ. അത് അവർക്ക് തോന്നുന്ന പോലെ മേടിക്കുമായിരിക്കും. ഏകദേശം ഒരു 50 രൂപ 60 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം. എനിക്ക് ഇവിടുന്ന് തിരുച്ചെന്തൂരിന്ന് തിരുനെൽവേലിക്ക് വരെ പോകാനായത് 20 രൂപയാണേ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു തിരുച്ചെന്തൂർ റെയിൽവേ സ്റ്റേഷൻ 102 വർഷം പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷനാണ്. 1923 ഈ ഒരു സ്റ്റേഷൻ നിർമ്മിച്ച് ഉദ്ഘാടനം കഴിഞ്ഞത്. പക്ഷേ ആ ഒരു 1923 നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 2009 പുതിയ ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ പണി കഴിപ്പിച്ചത്. 1900 തന്നെ തിരുനെൽവേലി വരെ റെയിൽവേ കണക്ടിവിറ്റിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ 1900 ശേഷം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ജില്ലാ ബോർഡ് മെമ്പറായിരുന്ന SP പൊന്നിയ നാടാർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഈ ഒരു തിരുനെൽവേലിയിൽ നിന്നും തിരുച്ചെന്തൂരിലേക്ക് ഒരു ലൈൻ വേണമെന്ന ആവശ്യം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. എന്നിട്ട് 1903 ജില്ലാ ബോർഡ് മീറ്റിങ്ങിൽ ഈ ഒരു റെയിൽവേ പ്രൊജക്റ്റ് അപ്രൂവ് ആവുകയും ചെയ്തു. അങ്ങനെ കൺസ്ട്രക്ഷനൊക്കെ തുടങ്ങി 1923 ഈ ഒരു തിരുച്ചെന്തൂരിലേക്കുള്ള ഫസ്റ്റ് ട്രെയിൻ സർവീസ് തുടങ്ങിയത്. തിരുച്ചെന്തൂരിൽ നിന്ന് 4:25 തന്നെ നമ്മുടെ വണ്ടി എടുത്തു കേട്ടോ. ഷാർപ്പ് ടൈമാണ്.
കണ്ടോ ഉപ്പുപാടം. യാത്രാ സീരീസിലെ മഴ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഫൈനലി ചെറുതായിട്ട് ഇങ്ങനെ ചാറുന്നുണ്ട് മഴ. ക്യാമറയിൽ കാണാൻ തോന്നുന്നില്ല, കുറച്ചുകൂടി പെയ്യട്ടെ, പൊളിക്കും. ശ്രീവൈകുണ്ഠം എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിലെത്തി. നമ്മൾ 5:12 എത്തിയത്. 5:03 ഇവിടെ എത്തേണ്ടത്. ഒരു 9 മിനിറ്റ് ഡിലേ ഉണ്ട് നമ്മുടെ വണ്ടി. തൊട്ടപ്പുറത്ത് തന്നെ തിരുനെൽവേലിയിൽ നിന്ന് തിരുച്ചെന്തൂരിലേക്ക് വന്ന പാസഞ്ചറും ഉണ്ട്. അത് അപ്പുറം വശത്താണ്. അങ്ങോട്ട് എണീറ്റ് പോകാൻ ഇവിടെയൊക്കെ ആൾക്കാരാണ്, അതുകൊണ്ട് കാണിച്ചു തരുന്നില്ല കേട്ടോ. നമ്മുടെ തിരുനെൽവേലി തിരുച്ചെന്തൂർ പാസഞ്ചർ. പാളയംകോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനും കഴിഞ്ഞു. സമയം ഇപ്പം 5:40 ഏകദേശം നമ്മുടെ ട്രെയിൻ 13 മിനിറ്റിൻ്റെ ഡിലേ ഉണ്ട്. കുഴപ്പമില്ല. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് തിരുനെൽവേലിയാണ്. നമ്മൾ കറക്റ്റ് 5:50 തന്നെ ഇവിടെ എത്തിയേ. 5:50 തന്നെ ഷെഡ്യൂൾഡ് ടൈം ഈ വണ്ടിയുടെ തിരുനെൽവേലി എത്തേണ്ട ടൈം. അതുകൊണ്ട് ഒരു ഡിലേ പോലും ഇല്ലാതെ നമ്മൾ ഇവിടെ തിരുനെൽവേലി എത്തി. ഇനി നമുക്കിവിടെ AC വെയിറ്റിംഗ് ഹോൾ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കണം. നമുക്ക് തപ്പി നോക്കട്ടെ. നമ്മുടെ വണ്ടിയുടെ ലോക്കോ അരക്കോണത്തിൻ്റെ ഒരു WP4 ആയിരുന്നേ. 226 47 നമ്പർ.
ഇനി തിരുനെൽവേലിയിൽ നിന്ന് നമുക്ക് മധുരയ്ക്ക് കൊണ്ട് അനന്തപുരി എക്സ്പ്രസ് ഇവിടെ 7:10 ആവുന്ന സമയത്ത് എത്തും കേട്ടോ. നമുക്കിവിടെ AC വെയിറ്റിംഗ് ഹാൾ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കാം. Train number 20636 Kollam Chennai Egmore Anantapuri Superfast Express via Madurai Tiruchirappalli Viluppuram Chengalpattu is expected to arrive on platform number 3. അനന്തപുരിയിൽ ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന സ്ലീപ്പറാണ്. ഇവിടുന്ന് മധുര വരെ ഉള്ളൂ എങ്കിൽ സ്ലീപ്പർ ബുക്ക് ചെയ്തു. S9 ആണ് എൻ്റെ കോച്ച് വരുന്നത്. S9 വരുന്നത് 17ാമത്തെ പൊസിഷനാണ്. അവിടെയാണ് ഷെൽട്ടർ ഇല്ല, മഴയും ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങോട്ട് വന്നു നിന്നു. നമ്മുടെ അനന്തപുരി എക്സ്പ്രസ് കോവിൽപ്പട്ടി സ്റ്റേഷനിലെത്തിയിട്ട് ഇവിടെ നിർത്തി. തിരുനെൽവേലി കഴിഞ്ഞാൽ പിന്നെ വഞ്ചിമണിയച്ച് ജംഗ്ഷനിലൊന്നും ഈ ഒരു അനന്തപുരിക്ക് സ്റ്റോപ്പില്ല കേട്ടോ. പിന്നെ നേരെ കോവിൽപ്പട്ടിയിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ അനന്തപുരി എക്സ്പ്രസിൻ്റെ നമ്പർ 20636 ഇത് ഡെയിലി സർവീസ് നടത്തുന്ന വണ്ടിയാണ്. നമ്മുടെ കൊല്ലത്തുനിന്ന് ഉച്ചക്ക് 2:55 എടുത്തിട്ട് പിറ്റേ ദിവസം 6 മണിക്ക് ഇത് ചെന്നൈ എഗ്മോറിലെത്തും. ഏകദേശം 862 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എന്ന് വെച്ചാൽ 15 മണിക്കൂറും 5 മിനിറ്റുമാണ്. അങ്ങനെ 2 മിനിറ്റ് ഹോൾട്ടിന് ശേഷം കോവിൽപ്പട്ടിയിൽ നിന്ന് നമ്മുടെ അനന്തപുരി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് സത്തൂരാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വിരുദനഗർ. നമ്മൾ അടുത്ത സ്റ്റോപ്പായ സത്തൂർ എത്തിയിട്ടുണ്ട്. സത്തൂര് 8:23 എത്തേണ്ടത് 8:31 ആയിട്ടുണ്ട്. ചെറിയൊരു ഡിലേ, അത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ അനന്തപുരി എക്സ്പ്രസിൻ്റെ ഫസ്റ്റ് ഇനാഗുറൽ റൺ നടക്കുന്നത് 2002 ആ സമയത്ത് ഈ ഒരു വണ്ടി ആഴ്ചയിൽ 6 ദിവസം മാത്രമേ ഓടിക്കൊണ്ടിരുന്നുള്ളൂ. അതിനുശേഷം 2005 ആഴ്ചയിൽ മൊത്തം, അതായത് ഡെയിലി സർവീസ് നടത്താൻ വേണ്ടി തുടങ്ങിയത്. അതുപോലെ ആദ്യം സർവീസ് തുടങ്ങിയ സമയത്ത് ചെന്നൈ എഗ്മോറിന് തിരുവനന്തപുരം സെൻട്രൽ വരെയായിരുന്നു ഈ ഒരു വണ്ടി ഓടിക്കൊണ്ടിരുന്നത് അനന്തപുരി. അതിനുശേഷം 2017 റെയിൽവേ ബജറ്റിലാണ് തിരുവനന്തപുരത്ത് നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കൊല്ലം വരെ ആക്കിയത്. എന്നിട്ടിപ്പോൾ കൊല്ലം ചെന്നൈ എഗ്മോർ അനന്തപുരിയായിട്ട് ഓടുന്നു. പിന്നെ ഈ ഒരു വണ്ടിക്ക് അനന്തപുരി എന്ന പേര് വരാൻ കാരണം ഈ വണ്ടി തുടങ്ങിയ സമയത്ത് തിരുവനന്തപുരം സെൻട്രലിൽ നിന്നല്ല എടുത്തുകൊണ്ടിരുന്നത്. തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ നമ്മുടെ അനന്തപത്മനാഭൻ്റെ മണ്ണല്ലേ, ആ ഒരു മണ്ണിൽ നിന്ന് പോകുന്നതുകൊണ്ടാണ് അനന്തപുരി എന്ന പേര് ഈ ഒരു വണ്ടിക്ക് വന്നത്. ഇനി വിരുദനഗരം തിരുമംഗലവും കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങേണ്ട മധുരയിലെത്തും. നമ്മളങ്ങനെ 10 മിനിറ്റ് ഡിലേ അടിച്ചിട്ട് മധുരൈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടോ. 9:30 ഇവിടെ എത്തേണ്ടതാണ്. ഇപ്പോൾ 9:40. ഞാനങ്ങനെ മധുരൈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടത് നമ്മുടെ തിരുച്ചെന്തൂരിൽ നിന്ന് തുടങ്ങിയ വീഡിയോ ആയിരിക്കും. തിരുച്ചെന്തൂരിൽ നിന്ന് തിരുനെൽവേലിക്ക് വന്നു. തിരുനെൽവേലിക്ക് വന്നിട്ട് നമ്മുടെ അനന്തപുരിക്ക് കയറിയിട്ട് മധുരയിലേക്ക് വന്നു. ഇനി ഇന്നൊരു ദിവസം ഇവിടെ മധുരയിൽ റെസ്റ്റ് എടുത്തിട്ട് നാളെ നേരെ ട്രിച്ചിയിലേക്ക് പോവാണ്. മധുരയിൽ നിന്ന് ട്രിച്ചിയിലേക്ക് വൈഗൈ സൂപ്പർ ഫാസ്റ്റിനാണ് പോകുന്നത്. അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഇത് ചെറിയൊരു വീഡിയോ ആയിരുന്നു, വലിയ സംഭവ വികാസങ്ങളൊന്നും ഈ ഒരു വീഡിയോയിൽ ഇല്ലായിരുന്നു. അതിന് നാളെ നമുക്ക് പരിഹരിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.